ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണോ സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതിനുമുമ്പ് വേറൊരു കാര്യം പറയണം. ഈ സിനിമ ഇടുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ ഒരു സിനിമയാണെന്ന്. ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം ഇപ്പോൾ സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോണ പടത്തിൻ്റെ പേര് സെൻറ്റിമീറ്റർ എന്നാണ്. ഈ ഒരു സെൻറ്റിമീറ്റർ എന്ന സിനിമ നമ്മുടെ മലയാളത്തിലെ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഒരു ഒഫീഷ്യൽ ഡബ്ബിംഗ് വെർഷനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം അതറിയാൻ വേണ്ടി ഞാൻ സിനിമ ഡൗൺലോഡ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഒരു ഡബ്ബിംഗ് വെർഷനാണ് ഈ എഴുതുന്നത്. സിനിമ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ സെയിം സിനിമയൊക്കെ അത് തന്നെ സെയിമായിട്ട് ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ മഞ്ജു വാര്യർ, നെടുമുടി വേണു, അജു വർഗീസ്, ബേസ് ജോസഫ്, കാളിദാസ് ജയറാം എല്ലാവരുമാണ്. പക്ഷേ ഈ സിനിമയിൽ ചെറിയ ഒരു മാറ്റങ്ങളെ കൊണ്ടുവരുന്ന ഏക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗബിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ജാക്ക് ആൻഡ് ജില്ല ലാപ്ടോപ്പിൽ കാണുന്ന ആ ഒരു രൂപത്തിന് പകരം ഒരു യോഗി ബാബുവാണ് അത് ആ റോള് ചെയ്യുന്നത്. ഈ ഒരു മാറ്റമല്ലാതെ വേറെ ഒന്നുമില്ല. സന്തോഷ് ശിവൻ ഡയറക്ഷൻ. സിനിമ നമ്മൾ ജാക്ക് ആൻഡ് ജില്ല മലയാളത്തിൽ കണ്ട എങ്ങനെയാണോ കംപ്ലീറ്റ് അത് തന്നെ, സ്റ്റോറി ലൈൻ എല്ലാം അത് തന്നെ. ഒരു ചെറിയ മാറ്റം മാത്രം, സൗബിന് പകരം യോഗി ബാബു ഈ റോള് ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഡബ്ബിംഗ് വെർഷൻ കണ്ടപ്പോൾ നമ്മുടെ മലയാളത്തിലെ ഡബ്ബിങ് മാറി തമിഴ് ഡബ്ബിങ് കണ്ട സമയത്താണെങ്കിൽ സൗബിനെ മാറ്റി യോഗി ബാബുവിനെ കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ ഈ സിനിമ നമ്മൾ മലയാളത്തിൽ കണ്ട സമയത്ത് നമുക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഡബ്ബിങ് സൂപ്പറാണ്. തമിഴിൻ്റെ ഒരു പോരായ്മയില്ല. മലയാളത്തിലെ സംഭാഷണങ്ങളെക്കാട്ടി മികച്ചതായിട്ട് ഈ ഒരു തമിഴ് ഡബ്ബിങ് വന്നിട്ടേക്ക് തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സിനിമയെ പറ്റി എടുത്ത് പറയാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞ സിനിമ അതിലൊരു മാറ്റം മാത്രം വരുത്തി. സെയിം കഥ, സെയിം കാര്യങ്ങൾ, വിഷ്വൽസ് നമ്മൾ ജാക്ക് ആൻഡ് ജില്ലിൽ കാണുന്ന അത് കണക്ക് തന്നെയാണ്. ഡബ്ബിങ്ങാണ്, കാര്യങ്ങളൊക്കെയാണ്. ഒരു മാറ്റം മാത്രം, സൗബിനെ മാറ്റി യോഗി ബാബുവിനെ കൊണ്ടുവന്നൊരു കാര്യം മാത്രം. യോഗി ബാബുവിൻ്റെ പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് പറ്റിയ പെർഫോമൻസാണ്. കാരണം സൗബിൻ ചെയ്ത് വെറുപ്പിച്ചതിനെക്കാട്ടി യോഗി ബാബു കഥയ്ക്കും തിരക്കഥയ്ക്കും സംഭാഷണങ്ങൾക്കും ഒത്ത രീതിക്ക് പെർഫോമൻസ് കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. ഈ യോഗി ബാബുവിനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ മലയാളത്തിൽ കൊണ്ട് അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു പെർഫെക്റ്റോട് കൂടി യോഗി ബാബു ഈ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ എല്ലാം അത് കണക്ക് തന്നെ. ഇപ്പോൾ ഏകക്കാര്യം നമുക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടി ഉള്ളത് ഈ സൗബിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. കാരണം യോഗി ബാബു വളരെ നന്നായിട്ട് ഈ റോൾ ചെയ്തിട്ടുണ്ട്. സൗബിൻ വന്ന് കാണിച്ചപ്പോൾ ഭയങ്കര വെറുപ്പിക്കലൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത റോളാണ്. സൗബിൻ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്രയ്ക്കൊന്നും യോഗി ബാബു ഈ റോൾ ചെയ്ത സമയത്ത് അത്യാവശ്യം കോമഡി കാര്യങ്ങൾ, അറിവുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു AI എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒരു റോള് യോഗി ബാബു പിന്നെ സൗബിനെക്കാട്ടി നന്നായിട്ട് ചെയ്യണമെന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെ പറ്റി പറയാനായിട്ട്. നമ്മൾ കണ്ടതാണ് ജാക്ക് ആൻഡ് ജില്ല്. എല്ലാം അത് തന്നെ. കാളിദാസ്, മഞ്ജു വാര്യർ, നെടുമുടി വേണു, സെയിം സ്റ്റോറി പാറ്റേൺ, വിഷ്വൽസ്. സിനിമ അത് തന്നെയാണ് സിനിമ. അത് ഇപ്പം മാറ്റം യോഗി ബാബുവിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര പറയാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. കാരണം ഈ സിനിമ നമ്മളിപ്പോൾ ഡബ്ബിംഗ് വെർഷനായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഈ ഒരു സിനിമയാണ് ഇതെന്ന് ഞാൻ അറിഞ്ഞു. കാരണം ഞാൻ സെൻറ്റിമീറ്റർ എന്ന് കരുതി തമിഴ് മൂവി എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി വേറെ ഏതെങ്കിലും ഒരു നടന്ന സിനിമയിൽ ഞാൻ കരുതി. ഇതിൻ്റെ ഒഫീഷ്യൽ ഡബ്ബിംഗ് വെർഷൻ ഞാൻ അറിഞ്ഞില്ല. കാരണം പിന്നെ വേറെ കാര്യം പറയണം, നിങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു തമിഴ് വെർഷൻ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ യോഗി ബാബു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തമിഴ് വെർഷൻ കാണുന്നവർക്ക് മസ്റ്റായിട്ടും വന്ന് ഇത് കാണാൻ പറ്റിയൊരു പടമാണ്. ഡബ്ബിംഗ് എടുത്ത് വെച്ച് കാണാൻ വേറെ കുഴപ്പമൊന്നുമില്ല. സെൻറ്റിമീറ്റർ എന്ന സിനിമയുടെ പേര്. ഈ ഒരു സന്തോഷ് ശിവൻ തന്നെയാണ് ഈ സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഡബ്ബ് ചെയ്ത് മാറ്റി എന്നുള്ള വേറെ ഒന്നുമില്ല. ഇതൊക്കെ മാത്രമേ ജാക്ക് ആൻഡ് ജില്ലിനെ പറ്റി പറയാൻ വേണ്ടിയുള്ളൂ. വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞില്ല എല്ലാം സെയിമാണ്. അപ്പം ഇത്രേ ഉള്ളൂ ജാക്ക് ആൻഡ് ജിൽ. ഡബ്ബിംഗ് വെർഷൻ ഭയങ്കര നന്നായിരുന്നു. ഒരു പോരായ്മകളോ കാര്യങ്ങളോ ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത രീതിക്കുള്ള ഒരു ഡബ്ബിംഗ് വെർഷനായിരുന്നു. അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിഷയമായിട്ട് വരുന്നതായിരിക്കും. ദിസ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.